പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പിനഫർ യൂണിഫോമിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനെ ബോഡി സ്കേർട്ട് യൂണിഫോം എന്നും പറയാറുണ്ട്. പിനഫർ യൂണിഫോം നമ്മൾ പല മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട്. ഈ ഒരു മോഡലിലുള്ള യൂണിഫോമിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 4-5 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുടെ അളവിൽ ഈ ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു യൂണിഫോമിൽ നിന്ന് നമ്മൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുകൂടി നോക്കാം. ഈ യൂണിഫോമിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 25 ഇഞ്ചാണ്. അതിൽ 10 ഇഞ്ച് ബോഡി പാർട്ടിൻ്റെ ഭാഗത്തും 15 ഇഞ്ച് സ്കേർട്ടിൻ്റെ പോർഷനിലുമാണ് വരുന്നത്. ഈ ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 മീറ്റർ തുണിയാണ് വേണ്ടത്. അതിൽ 1 മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. 1/2 മീറ്റർ വെച്ച് ബോഡി പാർട്ടിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കും. ഞാൻ ആദ്യം സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ സ്കേർട്ടിന് ഫുൾ ലെങ്ത് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിൽ നിന്നും ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു വേസ്റ്റ് ബാൻഡ് നമ്മൾ വെച്ച് കൊടുക്കും. അതിൻ്റെ വീതി കുറയ്ക്കുക. അപ്പോൾ എനിക്കിവിടെ ഈ സ്കേർട്ടിന് ലെങ്ത് വേണ്ടത് 15 ഇഞ്ചാണ്. അതിൽ നിന്നും വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള 2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഇവിടെ വേസ്റ്റ് ബാൻഡുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ യൂണിഫോമിലൊക്കെ നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് 3 ഇഞ്ചോളം മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്ര ഇഞ്ചാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഈ 3 ഇഞ്ചും കൂടി നമ്മൾ ചേർക്കണം. അങ്ങനെ ഞാനിവിടെ സ്കേർട്ടിൻ്റെ പോർഷനിൽ ലെങ്തായിട്ട് എടുക്കുന്നത് 16.5 ഇഞ്ചാണ്. അപ്പോൾ ഏത് അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിലും ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ വീതി എടുക്കുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തെ വേസ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി 66 ഇഞ്ചാണ്. അപ്പോൾ 1 മീറ്റർ തുണിയിൽ നമുക്ക് 66 ഇഞ്ച് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി എത്ര ഇഞ്ചാണെന്ന് നോക്കുക. എനിക്കിവിടെ കിട്ടുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ 3 ഇരട്ടി 33 ഇഞ്ച് വീതിയിലും 16.5 ഇഞ്ച് നീളത്തിലുമുള്ള 2 പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ ലെങ്ത് വേണ്ടത് 10 ഇഞ്ചാണ്. അങ്ങനെ ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് 12 ഇഞ്ചാണ്. അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഷോൾഡറിൻ്റെ വീതി എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. നെക്കിൻ്റെ അകലം ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എത്ര ഇഞ്ചാണോ വീതി എടുക്കുന്നത് അതിനേക്കാളും 1/2 ഇഞ്ചും കൂടി കുറച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ വീതി എടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് ചരിച്ച് ഇതുപോലെ വരച്ചെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കുറച്ച് ഇറങ്ങിയിട്ടാണുള്ളത്. അങ്ങനെ ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ബോക്സ് ആക്കി വരച്ച് ഒരു വി ഷേപ്പ് കൊടുത്തെടുക്കാം. അങ്ങനെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു പീസ് തുണി മടക്കി എടുത്തിട്ട് ഫ്രണ്ട് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അതേ വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി സ്കേർട്ടിൽ വയ്ക്കാനുള്ള വേസ്റ്റ് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേസ്റ്റ് റൗണ്ടിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ നീളത്തിലും 5 ഇഞ്ച് വീതിയിലുമാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ടിൽ വയ്ക്കാനുള്ള പീസിൻ്റെ അരികു വശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബാക്ക് നെക്കിൽ വെക്കാനുള്ള പീസിൻ്റെയും അരികു വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ ചെറിയ പീസിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും അകത്തായിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഭാഗം 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ 2 പീസും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഭാഗം എടുത്തിട്ട് 1 ഇഞ്ച് വീതി ഇതുപോലെ തയ്യൽ തുമ്പിനായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എത്ര ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ്സ് ആണോ നമുക്കിവിടെ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടും 2 ഇഞ്ച് വീതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് വിട്ടതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്ലീറ്റ്സുകളും എടുക്കേണ്ടത്. എന്നിട്ട് പിൻ കുത്തി കൊടുക്കാം. വീണ്ടും അടുത്ത പോയിൻ്റ് എടുത്തിട്ട് അതിനടുത്ത പോയിൻ്റ് അകത്തേക്ക് വെച്ചിട്ട് മൂന്നാമത്തെ പോയിൻ്റിലേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരേ അളവുകളിലുള്ള പ്ലീറ്റ്സുകൾ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഫുള്ളായിട്ടും പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകവശം എടുത്ത് ഒരു 3 ഇഞ്ച് നീളത്തിൽ ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ അകവശം എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ബാൻഡ് ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന 1 ഇഞ്ച് അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ചെടുത്ത് ആദ്യം 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് 2 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടി മടക്കി വെച്ച് ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഈ ഒരു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഹൂക്ക് ഇടാനുള്ള ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുന്നത് പോലെ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് 2.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കി സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇവിടെ 3 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം 1/2 ഇഞ്ച് വീതിയിലും പിന്നെ 2.5 ഇഞ്ച് വീതിയിലും ഒന്നും കൂടി ഇതുപോലെ മടക്കി വെച്ചിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ കറക്റ്റ് ലെങ്ത് 15 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബെൽറ്റ് ഇടാനുള്ള ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡിലും 1/2 ഇഞ്ച് വീതം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്നും കൂടി മടക്കി വെച്ച് അതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ 4 പീസുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ കറക്റ്റ് ലെങ്ത് 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്കേർട്ടിൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് പിൻ കുത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 1 ഇഞ്ച് അകത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഈ പീസും കൂടി ഇതുപോലെ അകത്തേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എത്ര ഇഞ്ച് വീതിയാണോ ഈ ഒരു ഹോളിന് വേണ്ടത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡിലും കൂടി 4 പീസുകളാണ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഹുക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി സ്കേർട്ട് യൂണിഫോം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് അളവിലായിരുന്നാലും ഈ ഒരു മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.